ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിത വളരെ ദേഷ്യത്തോടു കൂടി തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അപ്പൊ സ്വപ്നയിൽ വരുന്നൊക്കെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണോ, ഇനിയിപ്പോ ഇന്ന് എപ്പോഴാ വരുന്നത്, അതോ വരാതിരിക്കോ എന്നൊക്കെ ചോദിക്കണം. എന്തായാലും ഇന്നലെ രാത്രി നീ നിന്റെ കാമുകനെ കാണാനൊക്കെ പോയല്ലോ, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ അല്ലെ എന്ന് പറയുമ്പോഴേക്കും ഇഷിതക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സത്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ വിനോദിനെ കൊടുത്ത ആ വാക്ക് വിചാരിച്ച് മാത്രമാണ് ഇഷിത സത്യങ്ങളൊന്നും പറയാം. അപ്പൊ രാമനാഥൻ പറഞ്ഞിട്ട് സ്വപ്നം ദേ മര്യാദക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ നിന്റെ മോഹനെ അടിച്ചു പൊട്ടിക്കും. അല്ലെങ്കിലും മരുമോൾ എന്ത് ചെയ്താലും രാമന് ഒരു കുഴപ്പമില്ലല്ലോ, അവളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിന്നോളൂല്ലോ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട്, അച്ഛാ ഞാൻ ഇറങ്ങുവാണ്, ഹോസ്പിറ്റലിൽ ഒരു അർജന്റ് കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം. പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി ഒരു എന്നൊക്കെ കുത്തുവാക്കുകൾ കൊണ്ട് ഇഷിതനെ മുറിവേൽപ്പിക്കുക കേട്ടോ. ആ സമയത്ത് ഇഷിത വിജയിക്കുന്നു, അച്ഛനും അമ്മേനെയും കണ്ടിട്ട് വരാം, ഇന്നലെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നൂറിൽ വാതിൽ മുട്ടുവാണ്. പ്രിയാമണിയാണ് വാതിൽ തുറക്കണത്. ആ അമ്മേ എന്ന് പറയുമ്പോൾ പ്രിയാമണി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാട്ടോ. എന്താ അമ്മേ എന്നെ കണ്ടൊന്നും മിണ്ടാത്തത്, അമ്മക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അച്ഛാ അമ്മക്ക് എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മാഷ് പറയാനുണ്ട്, അല്ല ഇഷിത നീ ഇന്നലെ എത്ര മണിക്കാ വന്നത്? ഞാനിപ്പോ 3:30 ആയിരുന്നു അച്ഛാ. ശരി, നീ അത് നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞായിരുന്നോ, ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞായിരുന്നോ എന്ന് പറയുമ്പോഴേക്കും അത് എനിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അച്ഛാ, അത്ര അർജന്റ് കേസായിരുന്നു. എത്ര അർജന്റ് ആണെന്നുണ്ടെങ്കിലും മോളെ ഒരു മെസ്സേജ് നിനക്ക് അയക്കായിരുന്നല്ലോ, അവർ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയാവോ? മഹേഷ് പാതിരാത്രി എവിടെ സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചെന്ന് നിനക്കറിയാവോ? ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴേക്കും നീ അവിടെ ഇല്ലാന്ന് അവര് പറഞ്ഞത്. ഇല്ല അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇഷിത നീ കള്ളം പറയാനും പഠിച്ചോ എന്ന് പ്രിയാമണി ചോദിക്കുകയാണ്. അമ്മേ ഞാനെന്തിനാ കള്ളം പറയണത്, ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ഇന്നലെ ഒരു അർജന്റ് കേസ് ഉണ്ടായിരുന്നു. വേണ്ട, നീ നോണയൊന്നും പറയണ്ട, നീ കാണിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിതക്കാണെങ്കിൽ ദേഷ്യം വരുവാട്ടോ. അതെ, മോശമാണെങ്കിൽ മോശമാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് വയ്യ, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഇപ്പൊ അവിടെ നിന്ന് വയർ നിറച്ച് വന്നേ ഉള്ളൂ, സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ, പിന്നെ കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ആ സമയത്ത് പ്രിയാമണി പണ്ട് പൊയ്ക്കോടി, എന്നാലും നിനക്ക് കുറച്ചുപോലും ഇതില്ലല്ലോ, ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇഷിതനെ കുറ്റപ്പെടുത്തുവാട്ടോ. ഇഷിതക്കാണെങ്കിൽ ആകെ വിഷമവും ദേഷ്യവും ഒക്കെ കൂടി ഉള്ളത് കൊണ്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. നേരെ പോണത് ഇഷിത ഹോസ്പിറ്റലിലേക്കാട്ടോ. ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ആദി നല്ല ഉറക്കമാണ്. ഇഷിത അതിനുശേഷം ന്യൂറോളജിസ്റ്റിനെ കണ്ടിങ്ങനെ ചോദിക്കേണ്ട, എന്താ ആ കുട്ടി എഴുന്നേറ്റായിരുന്നോ? ഇല്ല, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഡോക്ടർ ഇഷിതയും കൂടി വന്നു കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വെച്ചിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ശരി എങ്കിൽ ഞാൻ അവന്റെ റൂമിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത ആദിയുടെ അടുത്തേക്ക് പോവാട്ടോ. ആദി നല്ല ഉറക്കമാണ്. പതുക്കെ ഇഷിത ആദിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. ആദ്യം പതിക്കെ കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറക്കുമ്പോഴേക്കും ഇഷിതനെ കാണുവാണ്. ഇഷിതനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇഷിത ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ കുട്ടി എന്താ ഇങ്ങനെ ചിരിക്കുന്നത്, തന്നെ വല്ലാത്ത സ്നേഹത്തോടു കൂടി തന്നെയാണല്ലോ ഈ കുട്ടി നോക്കണതെന്ന രീതിയിൽ ഇഷിത ഇങ്ങനെ നോക്കുവാണ്. അമ്മേ അമ്മ എവിടെയായിരുന്നു അമ്മേ, ഞാൻ എത്ര നേരമായി അമ്മേനെ അന്വേഷിക്കുന്നത് അമ്മേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഇഷിതക്ക് എന്ത് പറയണമെന്നറിയില്ല. മോനെ എന്ന് പറയുമ്പോഴേക്കും അമ്മേ എന്തിനാണമ്മേ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോ മോനെ ഞാൻ മോന്റെ അമ്മയല്ല, അമ്മ എന്റെ അമ്മയല്ലേ, എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്, എന്റെ അമ്മയാ, എന്റെ അമ്മേനെ കണ്ടാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോഴേക്കും ഇഷിതക്ക് എന്തു പറയണമെന്നറിയില്ല. കാര്യം ഒരു കുഞ്ഞു കുട്ടിയാണ്, വയ്യാണ്ടിരിക്കുകയാണ്, അവനെ ഒരുപാട് മെന്റൽ പ്രഷർ കൊടുക്കണ്ട വെച്ചിട്ട് ഇഷിത അതെ മോന്റെ അമ്മ തന്നെയാ, അമ്മ വെറുതെ കളിപ്പിച്ചതാണ്, അതെ അമ്മേനെ കാത്ത് ഞാൻ കിടക്കുമായിരുന്നു, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മ നമുക്ക് കഴിക്കാം എന്ന് പറയാണ്. അതിനെന്താ കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇഷിത ആദ്യം കുറച്ച് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്, വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ചോദിക്കേണ്ട അമ്മ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോനെ അമ്മ കഴിച്ചില്ല, മോൻ കഴിച്ചിട്ട് അമ്മ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, അമ്മയും കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതക്ക് വാരി കൊടുക്കാട്ടെ. ഇഷിതക്ക് എന്തോ വല്ലാത്തൊരു അടുപ്പം ആദ്യം എടുത്ത് ഫീൽ ചെയ്യാണ്. ശേഷം ഇഷിത പറഞ്ഞിട്ട് മോനെന്നാ കിടന്നുറങ്ങിക്കോ, അമ്മ പിന്നീട് വരാം. അയ്യോ അമ്മ പോവല്ലേ, ഞാൻ ഉറങ്ങുന്ന വരാം, അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കമ്മേ എന്ന് പറയാണ്. ഇഷിത ആദ്യയുടെ ബെഡിലേക്ക് കിടക്കാണ്. ശേഷം ഇഷിത ആദ്യനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാട്ടോ. ആദ്യം പെട്ടെന്നല്ല നല്ല ക്ഷീണം, മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട്. ഇഷിതക്ക് ആകെ വിഷമമായി പോകുവാട്ടോ. മഹേഷ് ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഇഷിത ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് കളയാണ്. കാരണം തന്നെ വിശ്വാസമില്ലാത്ത ആളെ താൻ എന്തിനെ വിശ്വസിക്കണത് എന്ന രീതിയിൽ. ശേഷം നമ്മുടെ വിനോദാട്ടോ വരുന്നത്. വിനോദ് കുറച്ചു ദിവസമായാലും അച്ഛനും അമ്മേനൊക്കെ കണ്ടിട്ട് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്താണ് നമ്മുടെ സ്വപ്നവലി രാമനാഥനൊക്കെ ഇഷിതയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിക്കോട്ടെ. അപ്പൊ വിനോദ് ചോദിക്കണ്ടല്ല, ഇന്നെന്താ ഭയങ്കര സീരിയസ് ചർച്ചയാണല്ലോ എല്ലാവരും, എന്ത് പറ്റി? ഒന്നും പറയണ്ട മോനെ, നിന്റെ ഏട്ടൻ രണ്ടാമതൊരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നല്ലോ, അവളുടെ കാര്യം പറയായിരുന്നു. ആരുടെ ഏടത്തിയുടെയോ? അതെ നിന്റെ രണ്ടാമത്തെ ഏടത്തിയുടെ. ഫസ്റ്റ് ഏടത്തിയുടെ കാര്യം നിനക്ക് അറിയാലോ, കല്യാണം കഴിഞ്ഞു, അവളെ പാട്ടിനെ പോയി കാമുകനെ തേടിയിട്ട്. ഇപ്പൊ രണ്ടാമത്തോള് വന്നു, കല്യാണം കഴിഞ്ഞു, 1 മാസം പോലും ആയില്ല, അവളും പോവാൻ തുടങ്ങി. സ്വപ്ന അത് അനാവശ്യം പറയുന്നത് മോളെ കുറിച്ച് എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും സ്വപ്നവലി മഞ്ജിമ പറയുന്നുണ്ട്, സ്വപ്നവലിയും പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയല്ലേ ചാ, പിന്നെ രാത്രി അവൾ ഇന്നലെ എവിടെ പോയതായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പൊ വിനോദ് പറയുന്നുണ്ട്,
ചേച്ചി, അമ്മേ, നിങ്ങൾക്ക് രണ്ടത്തിന് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഡോക്ടർ ഇഷിത. അവര് നല്ലൊരു സ്ത്രീയാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ മഹേശ്വരനെ ഭാര്യയായിട്ട് കിട്ടിയ മഹേശ്വരൻ ഭാഗ്യവാനാണ്. എടാ, നിനക്ക് എത്ര നാളായിട്ട് അറിയാടാ അതിന് ഈ ഡോക്ടർ ഇഷിതേന എന്ന് പറയുമ്പോ, അമ്മേ, ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടി വർഷങ്ങളെ പരിചയം വേണ്ട, ഒരു പ്രാവശ്യം സംസാരിച്ചാൽ മതി. ഇഷിത നല്ലൊരു പെൺകുട്ടിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചേട്ടനെ ചേരുന്ന പെണ്ണ് തന്നെയാണ്. ഒരു കണക്കിന് ആദ്യ ഭാര്യ പോയത് നന്നായി, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ല എന്റെ ഏട്ടനെ എന്ന് പറയാണ്. പിന്നെ എന്നാ നീ അറിഞ്ഞോ നിന്റെ ഏടത്തിലെ ഗുണങ്ങള്? ഇന്നലെ അവൾ എത്ര മണിക്ക് അവിടെ കയറി വന്നെന്നറിയോ? 3:30 മണിക്ക്. എന്റെ അമ്മേ, ഏടത്തി ഒരു ഡോക്ടർ അല്ലേ അമ്മ? എന്താ അമ്മ, അതും പിള്ളേരുടെ ഡോക്ടർ. പിള്ളേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നേ പറ്റൂ. ഇതാ പറഞ്ഞത്, വിവരവും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ. ആഹാ, അപ്പൊ നീയും നിന്റെ അച്ഛനെ പോലെ തന്നെ കുറ്റപ്പെടുത്തുവാണല്ലേ? കുറ്റപ്പെടുത്തിയല്ലേ, ഒരു ഡോക്ടറുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, നീ പറഞ്ഞല്ലോ ഡോക്ടറുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കിയപ്പോ അവരെന്താ പറഞ്ഞെന്നറിയാവോ? ഡോക്ടർ ഇഷിത 6 മണിക്ക് പോയ ആള് പിന്നെ എങ്ങനെയാടാ 3:30 തിരിച്ചു വരുന്നത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും വിനോദ് അതിനെക്കുറിച്ച് ആലോചിക്കുകയായിട്ട്. കാരണം 6 മണിക്ക് വിനോദിനെ കാണാനാണ് വന്നത്. മഞ്ജുവ പറയണ്ട, അത് മാത്രമല്ലട വിനോദേ, ഇന്നലെ ഒരു 10 മണി വരെ അവളെ ഏതൊരു റെസ്റ്റോറന്റിൽ ഒരു ചെറുപ്പക്കാരന്റെ സംസാരിച്ചത് ഇരിക്കണത് കണ്ടവരുണ്ടെന്നേ. ചെറുപ്പക്കാരനായിട്ടോ എന്ന് പറയുമ്പോ, അതേ, ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോ വിനോദ് അത് മനസ്സിൽ ഓർക്കാണ്. ഓ, അത് താൻ തന്നെ ഇന്നലെ ഇഷ്ടത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോ കണ്ട് എന്തോ പരദൂഷണം പറഞ്ഞു എന്ന രീതിയിൽ വിനോദിന്റെ കാര്യം മനസ്സിലുണ്ട്. വിനോദ് പറയണ്ടേ, എന്റെ അമ്മേ, അത് ചിലപ്പോ ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ പാരന്റ്സ് ആയിരിക്കാം. പിന്നെ പാരന്റ്സിനോട് റെസ്റ്റോറന്റിൽ പോയിട്ടല്ല സംസാരിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ മാത്രം ഉണ്ടായിരുന്നാ പറഞ്ഞത്. എന്റെ അമ്മ എന്താ ഇങ്ങനെ? ഡോക്ടർമാരാകുമ്പോ പല സ്ഥലങ്ങളിൽ പല രോഗികളുടെ അച്ഛന്മാരെയും അമ്മമാരെയും കാണേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ സംസാരിച്ചിരിക്കും, ദേ ഇങ്ങനൊന്നും സംസാരിക്കലേട്ടെ അമ്മ എന്ന് പറയാണ്. പിന്നെ എനിക്ക് അവളിൽ ഒട്ടും വിശ്വാസമില്ല. നീ നോക്കിക്കോടാ, 1 മാസത്തിനുള്ളിൽ തന്നെ അവൾ ഇവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കും. അമ്മക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ? ഒരു ബന്ധം പോയിട്ട് ഏട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാ. ഞാനായിട്ട് ഏട്ടനെ വിഷമിപ്പിച്ചു, ആദ്യ ഭാര്യയായിട്ട് വിഷമിപ്പിച്ചു, പിന്നെ കുട്ടികളായിട്ടുള്ള വിഷമം, കോടതിയിലെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഇഷിത എന്ന് പറഞ്ഞ ഏടത്തിനെ കല്യാണം കഴിച്ചു, പിന്നെ നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ? അവരുടെ ജീവിതം സുഖമായിട്ടാ പോയിക്കൊണ്ടിരിക്കണത്. ഞാൻ അറിഞ്ഞത് നിങ്ങളായിട്ടാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് എന്നിങ്ങനെ പറയാണ്. എങ്കിൽ നീ പറ, പിന്നെ ഏതാ ചെറുപ്പക്കാരൻ? അവള് ഹോസ്പിറ്റലിൽ പോയില്ലെന്നാണല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും, എന്നാ അമ്മ അറിഞ്ഞോ എന്ന് പറയാണ്. എന്താ നിനക്ക് പറയാനുള്ളത്? അതെ, ഇന്നലെ ഏടത്തി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അന്വേഷിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കണോ? ഞാനിവിടെ എന്റെ പിടിപാട് വെച്ചിട്ട് അന്വേഷിച്ചു നോക്കാം. നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ് അവൾ ഹോസ്പിറ്റലിൽ പോയിരുന്നോന്ന്? ഞാൻ കണ്ടിരുന്നോന്നോ? അതെ, കണ്ടിരുന്നു. പക്ഷേ ഞാൻ മഹേഷിന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കണ്ടത്. ഞാൻ കണ്ടിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഏടത്തി ഇന്നലെ എന്ന് പറയുമ്പോ രാമനാഥൻ പറഞ്ഞിട്ട്, കണ്ടില്ലേ, നിന്റെ സ്വന്തം മോൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായല്ലോ അല്ലേ എന്ന് പറയുമ്പോ, അത് പിന്നെ ഇന്നലെ നീ പറഞ്ഞ വാക്കൊക്കെ ഇനി എങ്ങനെ തിരിച്ചെടുക്കും? പറ സ്വപ്നം, എങ്ങനെ തിരിച്ചെടുക്കും? ആദ്യം അടിക്കേണ്ടത് ഇവളെയാ, മഞ്ജുമേന. രണ്ടിനെ മുഖം അടിച്ചു പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. 2 പേര് എന്റെ കൺമുമ്പിൽ കണ്ടിരുന്നു, പൊയ്ക്കോടുന്നു എന്ന് പറഞ്ഞ് രാമനാഥൻ 2നെ ആട്ടി ഓടിക്കുകയാണ്. അതിനുശേഷം വിനോദ് സത്യങ്ങളൊക്കെ നമ്മുടെ രാമനാഥനോട് പറയണ്ട, അച്ഛ ഇതൊക്കെയാണ് സംഭവം, ഏടത്തിനെ ഒരിക്കലും വിഷമിപ്പിക്കലെന്ന് അമ്മയടുത്തും ചേച്ചിയെടുത്തും പറയണം, പിന്നെ മഹേഷിന്റെ പറയണം ഒരിക്കലും ഏടത്തിനെ വിഷമിപ്പിക്കരുത്, അതൊരു പാവമാണ്. ഇത്രയൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടും അവരിവിടെ നിൽക്കാൻ കാരണം ചിപ്പിമോളും ഏട്ടനും നിങ്ങളൊക്കെ അത്രമാത്രം അവർക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് വിനോദ് അവിടെ നിന്ന് പോവാട്ടോ. പിന്നെ രചനയുടെ കുറെ ഭാഗങ്ങളൊക്കെ കാണിക്കും. രചനക്ക് കുറച്ച് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം എന്താ സ്കൂളിൽ പോയിട്ട് വിളിക്കാത്തതെന്നും അതിനെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ കൊടുത്തിട്ട് രചനയും ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗങ്ങളും നാളെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.